പറ പറ പറ. കേക്ക് മുറിക്കാൻ പോവാണ് അല്ലേ? എന്താ കേക്ക് മുറിക്കലിന്റെ തിരക്കിലാണ്. സ്വത്തുവിന്റെ ബർത്ത്ഡേ. ഇങ്ങോട്ട് ഇത് കഴിയോ? ഡ്രസ്സ് നോക്കട്ടെ. ഇതാണ് കേട്ടോ ബർത്ത്ഡേ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ ചോദിക്ക്. കൊള്ളാവോ? ഇതാരാ? ഇതാരാ കുഞ്ഞുട്ടിയെ? എന്റെ ഫ്രണ്ടാ. ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ സ്വത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ കുട്ടി ജീവിതത്തിലേക്ക് എനിക്ക് പഠിച്ചോൻ തന്ന ഒരു വലിയൊരു സൗഭാഗ്യമാണ് കേട്ടോ എൻ്റെ മോനെ. അവനക്ക് എന്നും ആരോഗ്യം ആയുസ്സും ഉണ്ടാവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഒന്നും എൻ്റെ ബർത്ത്ഡേ ആണ്. അവനക്ക് ഒത്തിരി കുറുമ്പും വാശികളൊക്കെ ഉണ്ട് കേട്ടോ. ആ വാശിയും കുറുമ്പൊക്കെ ഇന്നല്ലേ നാളെ മാറും എന്നുള്ള പ്രതീക്ഷയോടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന്. അങ്ങനെ ഇതാ കേക്ക് നമ്മളെ മണ്ണാർക്കാട്ടത്തെ ഗ്രീൻ ബേക്കറി ഇല്ലേ, മണ്ണാർക്കാട് ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും മുമ്പിലായിട്ട് ഗ്രീൻ ബേക്കറി ഉണ്ട്. അതിൽ നിന്നാണ് കേട്ടോ ഞാൻ എന്നും എൻ്റെ കൂട്ടുകാരിയാണ് എനിക്ക് കേക്ക് ഇവൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആകെ ഒരു പ്രാവശ്യത്തേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിയിട്ട്. ബാക്കി എല്ലാതും എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ ഉണ്ടാക്കി തന്നത്. ഓൾക്ക് തിരക്കായതുകൊണ്ട് ഓളെ മോന് ഗൾഫിൽ പോവുക കാരണം ഓൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എന്നോട് തലേ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനിതാ എവിടുന്ന കേക്ക് വാങ്ങാന്നില്ല ഒരു പിടുത്തമില്ലാതെ. അപ്പം ഞാൻ ഇൻസ്റ്റാ പേജിലൊക്കെ കുറേ തപ്പി നോക്കി. അപ്പോൾ ഓവർ റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ ഗ്രീൻ ബേക്കറി ഇല്ലേ, ഗ്രീൻ ബേക്കറി ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലുള്ള ആ ഗ്രീൻ ബേക്കറി എന്ന അടിപൊളിയായിട്ടില്ലേ, നമുക്ക് മനസ്സിലേക്ക് കണ്ട കാഴ്ചപ്പാടിൽ പിടിക്കുന്നൊരു ഫോറസ്റ്റിൻ്റെ കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, മാഷാ അല്ലാ, നല്ല ടേസ്റ്റും ആയിരുന്നു. കേക്ക് അടിപൊളിയായിരുന്നു. വീട്ടിലുണ്ടാക്കുന്നതിനേക്കായും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേക്ക്. അങ്ങനെ ആ കേക്ക് സ്വത്തുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ ആരെയും വിളിച്ചിട്ടില്ല, ചെറുതായിട്ട് ഞങ്ങൾ മാത്രം കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അയൽവാസിത്തെ കുട്ടികൾ ഉണ്ടായിരുന്നു. അയൽവാസിത്തെ അല്ല, ഞങ്ങൾ കുടുംബത്തിത്തെ അമ്മോൻ്റെ കുട്ടികളും അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ട് കേക്ക് മുറിച്ചു. ബാക്കിയുള്ളവർക്കൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കാരണം ഓലൊന്നും വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിലും ആരും വരാറില്ല സ്വത്തുവിൻ്റെ ബർത്ത്ഡേക്ക്, ആരെയും ക്ഷണിക്കാറില്ല. ഇക്കാക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ ആഘോഷിക്കുക, അതൊന്നും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഇക്ക. അപ്പോൾ അത് കാരണം എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ കുട്ടികളെ ഇഷ്ടത്തിനും മാത്രമാണ് കേട്ടോ ഞാൻ കേക്ക് കട്ട് ചെയ്യലും ഡ്രസ്സ് ഇതാക്കലും എല്ലാ കാര്യങ്ങളും കേട്ടോ. അങ്ങനത്തെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് ഡ്രസ്സാണ് സ്വത്തുവിൻ്റെ ഡ്രസ്സ്. ഇതാണ് കേട്ടോ സ്വത്തുവിൻ്റെ ഡ്രസ്സ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു. അങ്ങനെ എൻ്റെ സ്വത്തുവിന് ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നമ്മൾ ഇക്കാൻ്റെ അടുത്ത് കൊടുത്തു കത്തി. അങ്ങനെ ഇക്ക കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഓരോരോ പീസ് കൊടുത്തു. അങ്ങനെ അവിടെ ഉള്ളവർക്കൊക്കെ ഓരോരോ പീസ് കൊടുത്തു. പിന്നെ തറവാട്ടിത്തെ അമ്മമ്മക്ക്, പിന്നെ എൻ്റെ ഒരു അനിയത്തിയുടെ മോനുണ്ട്, എപ്പോഴും ഇവന് ചെന്നാലും ഓനക്കുള്ള സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്കും ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും കേക്ക് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. കാരണം ഇത്രയും വലിയൊരു കേക്ക് വേറൊരു കടയിൽ പോയിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ചെറിയൊരു കേക്കിന് 1000 രൂപ എന്ന്. ഇത് സത്യം പറഞ്ഞാൽ 1 കിലോ കേക്ക് കണ്ണിൽ കാഴ്ചപ്പാടിൽ വലിയൊരു കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ബേക്കറിയാണ് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തുള്ള ഗ്രീൻ ബേക്കറി. നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യുക കേട്ടോ. ഓൺലൈനിൽ ഇവർ പർച്ചേസിങ് ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഓൺലൈനിൽ കൂടി പർച്ചേസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ കേക്കൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. അങ്ങനെ ഇതാ സ്വത്തുവിന് ഈ ഒരു പൊട്ടിക്കണ സാധനം കേക്കിൽ മൊത്തമായിട്ട് ആകതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ അങ്ങോട്ട് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു പൊട്ടിക്കൽ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേക്ക് വേണം. പക്ഷെ കേക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യാതെ പൊട്ടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ടാവും കേട്ടോ. അങ്ങനെ എൻ്റെ സ്വത്തിന് ബർത്ത്ഡേ ആയിട്ട് ആരും ഒരു ഗിഫ്റ്റ് ഒന്നുമില്ല. മുട്ടായികൾ കുറേ ഗിഫ്റ്റ് കിട്ടി കേട്ടോ. മുട്ടായി ഐറ്റംസ്, ഒരു മുട്ടായി പ്രാന്തനല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേ മുട്ടായികൾ കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും മുട്ടായികൾ കുറച്ച് ഓരി വെച്ച് കേക്കൊക്കെ കുറച്ച് കൊടുത്ത് ഞങ്ങളും കേക്ക് കഴിച്ചു. അങ്ങനെ ഇതാ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പുറത്തുനിന്ന് മന്തിയൊന്നും മേടിക്കാൻ പോകാറില്ല. ഞാൻ പറഞ്ഞല്ലോ ഇക്കാക്ക് അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ദൂർത്തടിക്കണമെന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഐറ്റംസിൽ പെട്ടതാണ് എൻ്റെ ഇക്ക. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് നാളെ സ്വത്തുവിന് സ്കൂളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അതേമേക്ക് എനിക്ക് എപ്പോഴും അറിയുന്നതാണ് ഒരു ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ എൻ്റെ സ്വത്തുവിൻ്റെ ബർത്ത്ഡേ അവസാനിപ്പിച്ച് അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സുകളോടൊക്കെ ഓന് ടാറ്റാ ബൈ പറഞ്ഞുകാണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ കോവയിലേക്ക് പോവുകയാണ്, കോവൈ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അങ്ങനെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചതല്ല, ഞങ്ങൾ അവിടെ തന്നെ കേക്ക് മുറിച്ചിട്ട് അങ്ങനെ ആക്കാന്ന് വിചാരിച്ചാ പിന്നെ മോന്റെ അടുത്തേക്ക് ഒരാൾ പോണുണ്ട് പറഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ അത്രയ്ക്കുള്ള ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ